ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കണ്ണുനീരവൻ തുടയ്ക്കുമേ കണ്ണുനീരവൻ തുടയ്ക്കുമേ തൻ കോമള കരങ്ങളാൽ തൻ കോമള കരങ്ങളാൽ ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാട്ടുപ്രാക്കൾ സംഗമം ഒന്നായി കല്യാണശാലയിൽ പോകും. കാട്ടുപ്രാക്കൾ സംഗമം ഒന്നായി കല്യാണശാലയിൽ പോകും. പ്രേമമാല ചാർത്തിടുമെന്നെ പ്രേമമാല ചാർത്തിടുമെന്നെ പ്രിയൻ വന്നിച്ച മാന്യ സദസ്സിൽ പ്രിയൻ വന്നിച്ച മാന്യ സദസ്സിൽ ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. ഞാനനേകം ദൂതർ മധ്യത്തിൽ മംഗള കാന്തി വിലസി. ഞാനനേകം ദൂതർ മധ്യത്തിൽ മംഗള കാന്തി വിലസി. എൻ കാന്തനു ഞാൻ കണ്ണിലുണ്ടിപ്പോ എൻ കാന്തനു ഞാൻ കണ്ണിലുണ്ടിപ്പോ വാഴും നിത്യയുഗങ്ങൾ വാഴും നിത്യയുഗങ്ങൾ ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. താൻ വരുമ്പോൾ ഞാനും പോകുമേ ഉള്ളിൽ പ്രത്യാശയുള്ളവർ. താൻ വരുമ്പോൾ ഞാനും പോകുമേ ഉള്ളിൽ പ്രത്യാശയുള്ളവർ. രാപ്പകൽ നാം വിശ്രമമെന്നേ രാപ്പകൽ നാം വിശ്രമമെന്നേ താലന്തു വ്യാപാരം ചെയ്യാം താലന്തു വ്യാപാരം ചെയ്യാം. ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധി
അവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. അവൻ വളരേണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വളരേണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ജീസസ് മസ്റ്റ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് വൈൽ ഐ ബിക്കം ലെസ് ഇമ്പോർട്ടൻറ്റ്. ഇത് പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ്. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, ദൈവമേ നിന്റെ തിരുനാമം മഹത്വപ്പെടുത്തണമേ, അടിയനെ പൊടിയോളം താഴ്ത്തണമേ എന്നെല്ലാം നാം പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ഇത് പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ്. ഈ യോഹന്നാൻ സ്നാപകൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ കൃപയുള്ളവൻ, ദൈവത്തിൻ്റെ ദാനം, ദൈവം അയച്ച മനുഷ്യൻ എന്നെല്ലാമാണ്. ഈ വാക്യം പറയുവാനുള്ള പശ്ചാത്തലം നാം നോക്കുകയാണെങ്കിൽ, യേശുവും ശിഷ്യന്മാരും സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാർക്ക് യഹൂദന്മാരുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാൻ്റെ അടുത്ത് വന്ന്, അതായത് യോഹന്നാൻ്റെ ശിഷ്യന്മാർ യോഹന്നാൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഗുരു, നീ പറഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ അനേകരെ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് യോഹന്നാൻ്റെ ശിഷ്യന്മാർ ചെന്ന് പറയുമ്പോഴാണ് യോഹന്നാൻ ഇത് പറയുന്നത്. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നമുക്ക് അറിയാം, യോഹന്നാനും യേശുക്രിസ്തുവും തമ്മിൽ 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. ആ യോഹന്നാൻ്റെ ശിഷ്യന്മാരെല്ലാവരും കർത്താവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി യോഹന്നാൻ പറയുന്ന ഒരു വാക്യമാണ്, അവൻ വളരണം ഞാനോ കുറയണം. കാരണം യോഹന്നാൻ അറിയാമായിരുന്നു അവൻ ആരാണെന്നും ഞാൻ ആരാണെന്നും എല്ലാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേര്. അവൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ടാണ് വന്നത്. അവൻ വെളിച്ചമായിരുന്നില്ല, സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നുവെന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈ യോഹന്നാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ എന്നുള്ളത് മാത്രമായിരുന്നു. ആ കർത്താവിൻ്റെ സമയത്ത് യോഹന്നാൻ വന്നു. നാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൽ വീണുപോയ മനുഷ്യന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. ആദാമിനോട് ഹവ്വായോടും പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്ന്. ഈ സ്ത്രീയുടെ സന്തതിയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. മറിയയുടെ മകനായി സ്ത്രീയുടെ സന്തതിയായി ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവാണ് ആ സ്ത്രീയുടെ സന്തതി. യെശയ്യാപ്രവാചകൻ അതിൻ്റെ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയും, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയുടെ സന്തതിയായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമെന്നും. ആ ഭൂമിയിലേക്ക് വരുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത കന്യാമറിയാമായിരുന്നു. സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ പരിശുദ്ധമായി കണ്ടത് കന്യാമറിയാമിനെയാണ്. കന്യാമറിയാം ദൈവത്തിൻ്റെ ദൂതനോട് പറയുന്നുണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്ന് സമർപ്പിക്കുമ്പോൾ, ആ സമർപ്പണം ഏറ്റുവാങ്ങുമ്പോൾ ആ വചനം ഗർഭമായി അവളുടെ ജീവിതത്തിൽ ആ കർത്താവായ യേശു ക്രിസ്തു ഉരുവായി വരികയാണ്. കന്യാമറിയാം കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസവിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു പാത്രമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തർക്കും ഓരോരോ ശുശ്രൂഷ കൊടുത്ത് ദൈവം ഓരോന്നും അതതിൻ്റെ സമയത്ത് ചെയ്യുന്നു. ഈ കന്യാമറിയാം വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായെന്ന് കാണുമ്പോൾ ഭർത്താവായ യോസേഫിന് ഭയങ്കര വിഷമവും പ്രയാസവുമായി അവനിങ്ങനെ വിഷമിച്ച് കിടന്നുറങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മാലാഖ വന്ന് യോസേഫിനെ വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-22 വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ദൈവം വിളിക്കുകയാണ്, ദാവീദിൻ്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൻ തൻ്റെ ജനത്തെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണമെന്നെല്ലാം ഈ യോസേഫിന് ദൈവം കാഴ്ചപ്പാട് കൊടുക്കുകയാണ്.
യൗസേപ്പിനെ ഈ ഭൂമിയിലേക്ക് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മറിയാമിന് വേണ്ടതായ സംരക്ഷണം കൊടുക്കുക എന്നുള്ള കർത്തവ്യമായിരുന്നു യൗസേപ്പിനുള്ളത്. അവരെല്ലാം അവരുടെ കർത്തവ്യങ്ങളെല്ലാം മനോഹരമായി നിവർത്തിച്ചു. മറിയാമിന് വേണ്ടതായ പരിചരണമെല്ലാം കൊടുത്ത് യൗസേപ്പ് എപ്പോഴും കൂടെ നിന്നു. കർത്താവിനൊരു ദോഷവും വരാതവണ്ണം യൗസേപ്പിനെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം വിശ്വസ്തയോടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സഭാപ്രസംഗി 11-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. സഭാപ്രസംഗി 3:11 അങ്ങനെയാണ് നാം വായിക്കുന്നത്: ഇൻ ഹിസ് ടൈം ഹി മേക്സ് എവ്രിതിങ് ബ്യൂട്ടിഫുൾ. ഗോഡ് മേക്സ് എവ്രിതിങ് ഹാപ്പൻസ് അറ്റ് ദി റൈറ്റ് ടൈം. ആ റൈറ്റ് ടൈം, കർത്താവിന് ഓരോന്നും സംഭവിപ്പാനുള്ള അതായത് സമയത്ത് ദൈവം എല്ലാം ഭംഗിയായി നിവർത്തിക്കുന്ന ദൈവം കാലത്തിൻ്റെ തെളിവിൽ യോഹന്നാൻ സ്നാപകനെ അയക്കുന്നു. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നേ ഒരു ജാതിയെ ഒരുക്കുന്നതായിട്ടെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ യോഹന്നാൻ്റെ വരവിന് മുമ്പ് തന്നെ മാലാഖി പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്നും യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാളുകൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കുമെന്നെല്ലാം മാലാഖി പ്രവചനം പറയുന്നുണ്ട്. ഈ ഏലിയാ പ്രവാചകൻ വന്നിട്ട് ഒരു ഒരുക്കമുള്ള ജനത്തെ ഒരുക്കുന്നതായിട്ട് നമുക്ക് വായിക്കാം. മാലാഖിയുടെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ നടത്തി ഒരുക്കമുള്ള ഒരു ജനത്തെ വരുത്തുവാനായിട്ട് ഏലിയാ പ്രവാചകന്റെ ശക്തിയോടെയാണ് ഈ യോഹന്നാൻ സ്നാപകൻ വരുന്നത്. കർത്താവ് പറയുന്നുണ്ട്, വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ എന്നാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വരുവാനുള്ള ഏലിയാവ് അവൻ വന്ന് ദൈവത്തിൻ്റെ ശക്തിയോടുകൂടി വന്ന് ഒരു ജനത്തെ ഒരുക്കുവാനായിട്ട് കൂട്ടിവരുത്തുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ യോഹന്നാൻ്റെ ജനനം. നമുക്കറിയാം, യോഹന്നാൻ ഒരു പുരോഹിതൻ്റെ മകനാണ്. പുരോഹിതൻ അവൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ മാലാഖ വന്ന് അവനോട് പറയുന്നുണ്ട്, സെഖര്യാവേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അവൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ ഹൃദയത്തിലൊരു വേദനയുണ്ട്. എനിക്കൊരു മകനില്ലല്ലോ, മക്കളില്ലാത്തവനാണല്ലോ എന്നെല്ലാം വേദനയോടെ, എൻ്റെ ഭാര്യ മച്ചിയായിരിക്കുകയാണല്ലോ എന്നുള്ള വേദനയോടുകൂടി ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സെഖര്യാ പുരോഹിതൻ്റെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നു, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിൻ്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. നിനക്ക് ഉല്ലാസവും സന്തോഷവും ഉണ്ടാകുമെന്നെല്ലാം കർത്താവ് വാഗ്ദത്തം കൊടുക്കുകയാണ് സെഖര്യാ പുരോഹിതന്. ദൈവത്തിന് സ്തോത്രം. അവൻ ഒരുക്കമുള്ള ഒരു ജനത്തെ തൻ്റെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ വരുന്നു എന്ന് പറയുന്നു. അവൻ ഗർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമെന്നും അവൻ വരുന്നത് ഏലിയാ പ്രവാചകന്റെ ശക്തിയോടും ആത്മാവോടും കൂടി ആയിരിക്കുമെന്നെല്ലാം അരുളപ്പാട് കിട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ കന്യകമറിയാം എലിസബത്തിനെ വന്ദിപ്പാനായിട്ട് ചെല്ലുമ്പോൾ ഈ ഗർഭസ്ഥ ശിശു സന്തോഷം കൊണ്ട് തുള്ളുന്നതും ആ സന്തോഷം കൊണ്ട് തുള്ളുന്നതെല്ലാം എലിസബത്ത് അത് അനുഭവിക്കുന്നതെല്ലാം എലിസബത്ത് സാക്ഷിക്കുന്നുണ്ട്. നിന്റെ വന്ദനം കേട്ടപ്പോൾ എൻ്റെ ശിശു ഉള്ളിൽ കിടന്ന് തുള്ളി, സന്തോഷം കൊണ്ട് തുള്ളി എന്നും ആത്മാവിൽ നിറഞ്ഞ് അവൻ്റെ കർത്താവിനെ ആരാധിച്ച് സന്തോഷിക്കുന്നതായിട്ടെല്ലാം നാം അവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ആത്മാവിൻ്റെ ആരാധന, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ ഉൾപ്പെട്ട എല്ലാവരും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് നാം അവിടെ കാണുന്നത്. അവൻ ജനിക്കുമ്പോൾ അവനെപ്പറ്റി അവൻ്റെ പിതാവ് പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 76-ാം വാക്യം, നീയോ പൈതലെ അത്യുന്നത പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ അവൻ്റെ പാപമോചനത്തിൻ്റെ രക്ഷാ പരിജ്ഞാനം
കൊടുപ്പാനുമായി കർത്താവായ യേശുക്രിസ്തുവിന് പാത ഒരുക്കുവാനായിട്ട് നീ അവന് മുമ്പായി നടക്കുമെന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-76 വാക്യം നാം അങ്ങനെയാണ് വായിക്കുന്നത്. നീയോ പൈതലെ അത്യുന്നതിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ പാപമോചനത്തിന്റെ രക്ഷാ പരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കുമെന്നാണ് ഈ സെഖര്യാ പുരോഹിതൻ ആത്മാവിൽ പ്രവചിച്ച് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിനെക്കുറിച്ച് എല്ലാവരും ഈ ശിശു എന്താകുമെന്ന് എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ ജീവിതം മുഴുവൻ മരുഭൂമിയിലായിരുന്നു. അവൻ മരുഭൂമിയിൽ പ്രാർത്ഥനാ നിരതനായി ഒരു സന്യാസി വരനെ പോലെ മരുഭൂമിയിലായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-80 വാക്യം അങ്ങനെയാണ് പറയുന്നത്. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 3 അതിന്റെ 2 വാക്യത്തിൽ പറയും, യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി എന്ന്. കാരണം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാണ് ഈ യോഹന്നാൻ. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ സമയത്ത് യോഹന്നാൻ മരുഭൂമിയിൽ എന്ന് പറയുകയാണ്. അവന് അരുളപ്പാടുണ്ടാകുന്നത് മരുഭൂമിയിലാണെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 3 അതിന്റെ 2 വാക്യം പറയുന്നുണ്ട്. യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് അരുളപ്പാടുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഈ മരുഭൂമിയിൽ വെച്ച് അരുളപ്പാടുണ്ടായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭമായി. മർക്കോസിന്റെ സുവിശേഷം 1 അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴറിയാം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്നാണ് മർക്കോസ് സുവിശേഷം തുടങ്ങുന്നത് തന്നെ. നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1 അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിൻ്റെ വഴി ഒരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു. അവിടെയുള്ള ജനത്തിനെല്ലാം അറിയാം. അവര് പ്രവാചക പുസ്തകങ്ങളെല്ലാം വായിക്കുന്നവരാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെയെല്ലാം എഴുതിയിരിക്കുന്നുവെന്നും മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കുണ്ടെന്നും ഇങ്ങനെ ഏലിയാവിൻ്റെ ശക്തിയോടെ ഒരാൾ വരുമെന്നും എല്ലാം അവരും കാത്തിരുന്നതായിരുന്നു. പക്ഷേ വന്നപ്പോൾ അവർക്ക് മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ വചനം പോലെ, വാഗ്ദത്തം പോലെ യോഹന്നാൻ സ്നാപകൻ വന്നു. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്നാണ് ഈ യോഹന്നാനെ കുറിച്ച് നാം വായിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ജീവിതമായിരുന്നു യോഹന്നാൻ്റെ. അവൻ മരുഭൂമിയിലായിരുന്നു. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പായിരുന്നു അവൻ ധരിച്ചിരുന്നത്. അരയിൽ തോൽവാർ കെട്ടിയിരുന്നു. അവൻ്റെ ആഹാരം വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു. വളരെ ലളിതമായ, വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം. ഒരു സന്യാസിയെ പോലെ മുഴുവൻ സമയവും ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ അവൻ അവിടെ ജീവിച്ചു വരുന്നതാണ്. അങ്ങനെയാണ് അവൻ ആ മരുഭൂമിയിൽ നിന്നിറങ്ങി ഒരു ശബ്ദത്തോടെ, യഹോവയായ ദൈവത്തിൻ്റെ തീക്ഷ്ണതയോടെയാണ് അവൻ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഏലിയാവിൻ്റെ ശക്തിയോടും ആത്മാവോടും കൂടി നിറഞ്ഞു നിന്ന ആ ഏലിയാ പ്രവാചകൻ ജനത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ യഹൂദരിലുള്ള എല്ലാവരും വന്ന് ആ യോഹന്നാൻ്റെ അടുത്ത് വന്ന് പാപം ഏറ്റു പറഞ്ഞ് സ്നാനമേൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ അവരെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ അബ്രാഹാമിൻ്റെ മക്കളെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് അവൻ വചനം കൊടുത്തുകൊണ്ട് അനേകരെ ഒരുക്കുകയാണ്. ആ കൂട്ടത്തിൽ പാപികൾ വരുന്നുണ്ട്, ചുങ്ങുകാർ വരുന്നുണ്ട്, പടനായകന്മാർ വരുന്നുണ്ട്. എല്ലാവരും വന്ന് യോഹന്നാൻ്റെ സന്നദ്ധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു സ്നാനമേറ്റ് അവരൊരുങ്ങുകയാണ് കർത്താവായ യേശു. ഇതിലെല്ലാം ഒരുക്കുമ്പോഴും യോഹന്നാൻ അവരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ ആത്മാവിലും സത്യത്തിലും സ്നാനം കഴിപ്പിക്കും, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ എപ്പോഴും ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ യോഹന്നാനിൽ കാണുന്നത്. അപ്പോൾ യോഹന്നാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടെല്ലാം നിൽക്കുമ്പോൾ അവർക്കൊരു സംശയമുണ്ട്. ഈ ശാസ്ത്രിമാരും പരീശന്മാരും ഇസ്രായേൽ മക്കൾ വന്ന് ചോദിക്കുന്നു, നീ ആരാണ്? നീ ക്രിസ്തുവാണോ? നീ ഏലിയാ പ്രവാചകനാണോ? എന്നെല്ലാം ഈ യോഹന്നാനോട് ചോദിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു അല്ല, ഞാനൊരു പ്രവാചകനല്ല, ഞാൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ കർത്താവിൻ്റെ വഴി ഒരു നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്ക്, ആ ഒരു ശബ്ദമാണ് ഞാനെന്നാണ് യോഹന്നാൻ സ്നാപകൻ അവരോട് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ പറയാണ്, നിങ്ങൾ അറിയാത്ത ഒരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. യോഹന്നാനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഓരോരുത്തർ വന്ന് സ്നാനം ഏൽക്കുമ്പോൾ കർത്താവ് ഒരു അടയാളമായി യോഹന്നാനോട് പറഞ്ഞിരുന്നു, ആരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങുന്നത് നീ കാണുന്നു, അവനാണ് ആത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അവനെയാണ് നീ കാണിച്ചു കൊടുക്കേണ്ടതെന്ന് യോഹന്നാന് ദൈവം അരുളപ്പാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും വന്ന് സ്നാനം ഏൽക്കുമ്പോൾ യോഹന്നാൻ കാണുകയാണ്
കർത്താവ് വന്ന് സ്നാനം ഏൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ യേശുവിൻ്റെ മേൽ ആവസിക്കുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് സ്വർഗം സാക്ഷിക്കുന്നതുമായിട്ട് നാം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ എപ്പോഴും യേശുക്രിസ്തുവിനെ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. 1:29 പറയും, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ പറയുകയാണ് 3:21 പറയും, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, പ്രാവെന്ന രൂപത്തിൽ യേശുവിൻ്റെ മുകളിൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എന്നെ ചെവി കൊടുക്കുന്ന സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദമെല്ലാം ഞാൻ കേട്ടു. അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. യേശുവിന് സ്തോത്രം. എപ്പോഴും യോഹന്നാൻ പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് അവൻ പറയുമ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരെല്ലാം ഈ കർത്താവിൻ്റെ പ്രകാരം അങ്ങ് പോയി കഴിയുമ്പോഴാണ് പറയുന്നത്, അവൻ വളരണം ഞാനോ കുറയണമെന്നും. അവൻ്റെ പിറകാലെ പോകുമ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഈ യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ സന്തോഷത്തോടുകൂടി, എല്ലാം സന്തോഷത്തോടുകൂടി ദൈവത്തിൻ്റെ പദ്ധതി കണ്ട് സന്തോഷിക്കുന്ന യോഹന്നാൻ സ്നാപകനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ യോഹന്നാൻ സ്നാപകനെ പറ്റി യേശുക്രിസ്തു പറയുന്നത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? ഒരു പ്രവാചകനെയാണോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്നാണ് യേശുക്രിസ്തു യോഹന്നാനെ കുറിച്ച് പറയുന്നത്. സ്ത്രീകളുടെ സന്തതിയായി ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്നാണ് കർത്താവായ യേശുക്രിസ്തു യോഹന്നാനെ കുറിച്ച് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല എന്ന് കർത്താവായ യേശുക്രിസ്തുവും പിന്നെയും പറയുകയാണ്. അത് യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ, ദൈവപുത്രന് വഴിയൊരുക്കുവാൻ വന്ന ഏറ്റവും വലിയൊരു പ്രവാചകനാണ് യോഹന്നാൻ എന്ന് കർത്താവ് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഏലിയാവിനെ നോക്കിയിരിക്കുന്നുണ്ടല്ലോ, വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ എന്ന് കർത്താവ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഈ തലമുറ ആരോട് ഉപമിക്കേണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. ഏലിയാവിൻ്റെ ശക്തിയോടെ യോഹന്നാൻ വന്നു, അവരത് കൈക്കൊണ്ടില്ല. കർത്താവായ യേശുക്രിസ്തു തന്നെ വന്നു, വചനം കൊടുത്തു, അവരും കൈക്കൊണ്ടില്ല. അവരാരും മാനസാന്തരപ്പെടാത്തപ്പോൾ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് കർത്താവ് വേദനയോട് പറയുകയാണ്, ഈ തലമുറ ആരോട് ഉപമിക്കേണ്ടു? ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാർത്തടിച്ചില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് പറയുന്ന കുട്ടികളോട് നിങ്ങൾ തുല്യരാകുന്നു. യോഹന്നാൻ സ്നാപകൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ വന്നു, അവന് ഭൂതമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. യേശുക്രിസ്തു തിന്നും കുടിച്ചുകൊണ്ട് വന്നു, അവനെക്കുറിച്ച് പറയുന്നത് പാപികളുടെ സ്നേഹിതൻ, തിന്നിയും കുടിയനുമായ മനുഷ്യൻ പാപികളുടെ സ്നേഹിതൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. ദൈവം എന്തെല്ലാം വഴിവെച്ചാലും നിങ്ങൾക്കിതൊന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവ് വേദനയോട് പറയുകയാണ്. ദൈവത്തിൻ്റെ ആലോചനയെ വൃഥാവാക്കി കളയുന്ന മനുഷ്യരെക്കുറിച്ച് ദൈവം വേദനയോടെ കർത്താവ് പറയുകയാണ്, എന്തെല്ലാം വഴിവെച്ചാലും നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കുവാൻ കഴിയില്ല. നീ എന്തധികാരത്തോടെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്, നിനക്ക് ഈ അധികാരം തന്ന് ആരാണ് എന്നെല്ലാമാണ് സ്ഥാനികളായ ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാം ചോദിക്കുന്നത്. ശരിക്കും ദൈവം വിചാരിച്ച് യോഹന്നാൻ വന്ന് പറയുമ്പോൾ, കാരണം സെഖര്യാ പുരോഹിതൻ്റെ മകനാണ്, പഴയ നിയമത്തിൻ്റെ അവസാനത്തെ കണ്ണിയാണ് യോഹന്നാൻ. അപ്പോൾ യോഹന്നാൻ പറയുമ്പോൾ ശരിയായ രീതിയിൽ യോഹന്നാൻ അത് പറ്റുമെന്നും ആത്മാവിൻ്റെ നിറവോട് ഏലിയാവിൻ്റെ ശക്തിയോടും വന്ന് യോഹന്നാൻ പറഞ്ഞിട്ടും അവർ ദൈവത്തിൻ്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു. അത് സ്വീകരിക്കുവാനോ കർത്താവിൻ്റെ ആലോചനയ്ക്ക് വശം ബന്ധപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനോ ആ ജനത്തിന് കഴിഞ്ഞില്ല. അവരെ നോക്കി കർത്താവ് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, നിങ്ങളെക്കാൾ ചുങ്കുകാരും പാപികളും ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് ദൈവവേദനയോടെ കർത്താവ് പറഞ്ഞു. ഇന്ന് നാം ജീവിക്കുന്ന തലമുറ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന തലമുറയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പാപത്തിന് പരിഹാരമെല്ലാം ചെയ്ത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൗത്യമെല്ലാം നിറവേറ്റി എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നദ്ധിയിൽ വലത്തുഭാഗത്തിരുന്ന് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ്റെ വരവ് കള്ളനെ പോലെ വരും. ഒരു നാഴികയിൽ കണ്ണിമയ്ക്കുന്നിടയിൽ കർത്താവിൻ്റെ വരവ് വരുമെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ നാം അതിനുവേണ്ടി ഒരുങ്ങിയോ? നാം ഇന്ന് യുദ്ധശ്രുതികൾ കേൾക്കുന്നു, ഇസ്രായേൽ തളിർക്കുന്നു, അധർമ്മം പെരുകുന്നു, സുവിശേഷം എല്ലായിടത്തും എല്ലാ മുറികളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും സുവിശേഷം ഇന്ന് കാതുകളിൽ കേൾക്കാൻ തക്കവണ്ണം ദൈവം എല്ലാ പദ്ധതികളും ഒരുക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതായ പദ്ധതികൾ നാം അവകാശമാക്കിയോ? നാം അത് വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചുവോ? കർത്താവ് നമുക്ക് തന്ന രക്ഷ നാം രക്ഷിക്കപ്പെട്ടുവോ? രക്ഷിക്കപ്പെടാതെ നമുക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ
എത്തുവാൻ സാധിക്കുകയില്ല. മാനസാന്തരപ്പെടാതെ ഒരിക്കലും ദൈവരാജ്യത്തിൽ എത്തുവാൻ പറ്റില്ല എന്ന് കർത്താവ് നിത്യമായി പറഞ്ഞു. വീണ്ടും എന്നെ അനുഭവിക്കാതെ ഒരിക്കലും സ്വരാജ്യത്തിൽ ആർക്കും കടക്കുവാൻ സാധിക്കുമോ? നീ വീണ്ടും ജനിച്ചുവോ? ഈ വചനം നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചുവോ? കർത്താവായ യേശുക്രിസ്തുവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ചുവോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവുമില്ല. നാം അത് സ്വീകരിച്ച് രക്ഷ പ്രാപിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് പറയും, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു തീർത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി നാം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക എന്ന് മാത്രമേ ചെയ്യുവാനുള്ളൂ. നാം ഇനി രക്ഷപ്പെടാതെ പോയാൽ നാം പാപികളായിട്ടല്ല നശിച്ചു പോകുന്നത്. കാരണം പാപത്തിൻ്റെ പരിഹാരം കർത്താവ് വരുത്തി കഴിഞ്ഞിരിക്കുന്നു. അത് വിശ്വസിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു സമർപ്പണം ഏറ്റു പറയാം. കർത്താവെ, നീ എനിക്കായി വെച്ച രക്ഷയെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, നീ എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന് എനിക്കുള്ള രക്ഷയെ നീ സമ്പാദിച്ചു. കർത്താവെ, ഞാനത് വിശ്വസിച്ച് എൻ്റെ കർത്താവിനെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായും ഞാൻ സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ദൈവത്തിനോട് വാക്ക് പറയാം. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായിട്ട് ഞാൻ സ്വീകരിച്ച ഒരാളാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാനൊരു ഡോക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവ്, ഇതിൻ്റെ വില ഞാൻ ഇത്രമാത്രം അറിഞ്ഞിട്ടില്ലായിരുന്നു. ദൈവം തരുന്നതായ സമാധാനം ആശ്വാസം അനുഭവിച്ചുകൊണ്ട് ഇന്ന് സമാധാനത്തോടെ ജോലി ചെയ്യാൻ ദൈവം എനിക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.